ഹായ് വെൽക്കം ടു ഡേ 5 ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിഗ് ഫോർ ഓഡിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ കൺട്രോൾസിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പേറോൾ എടുക്കുക. അതിൽ ആനുവൽ കൺട്രോൾസ് കാണും, ക്വാർട്ടർലി കൺട്രോൾസ് കാണും, മന്ത്ലി കൺട്രോൾസ് കാണും, ഈവൻ ഡ്രിവൻ കൺട്രോൾസ് കാണും. ഈ സാലറി പേയ്മെൻറ്റ് റിലേറ്റഡ് കൺട്രോൾസ് എല്ലാം മന്ത്ലി കൺട്രോൾസ് ആണ്. ബിക്കോസ് ഇത് മന്തിൻ്റെ ഒറ്റത്തവണ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി എംപ്ലോയി ഓൺബോർഡിങ്ങോ എംപ്ലോയി റെസിഗ്നേഷൻ റിലേറ്റഡ് ആണെങ്കിൽ അത് ഈവൻ ഡ്രിവൻ ആണ്. ഇനി ഫ്രീക്വൻസിയും അതിൻ്റെ പോപ്പുലേഷനും നമുക്ക് നോക്കാം. ആനുവൽ കൺട്രോൾ ആണെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ഒന്നായിരിക്കും, ബിക്കോസ് അത് ആനുവലി ഒറ്റത്തവണയാണ് നടക്കുകയുള്ളൂ. ഇനി ക്വാർട്ടർലി കൺട്രോൾസ് ആണെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ആ 4 ക്വാർട്ടർ ആയിരിക്കും. ഇനി മന്ത്ലി കൺട്രോൾസ് ആണെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ആ 12 മാസമായിരിക്കും. ഇനി ഈവൻ ഡ്രിവൻ കേസ് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പോപ്പുലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഇയർ എത്ര തവണ അത് നടന്നോ അത്രയും ആയിരിക്കും നമ്മുടെ പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ ഈ ഇയർ ഒരു 1000 എംപ്ലോയീസ് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1000 എംപ്ലോയീസ് ആയിരിക്കും നമ്മുടെ റെസിഗ്നേഷൻ റിലേറ്റഡ് കൺട്രോളിൻ്റെ പോപ്പുലേഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ ഈ പോപ്പുലേഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സാമ്പിൾസ്, എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.